ഓവറോൾ നമുക്ക് ഈ ഫോൺ നോക്കുമ്പോൾ ആ പൈസക്ക് അത്യാവശ്യം നല്ല ഒരു ഫോൺ തന്നെയാണ്. ഇനി എനിക്കിതിൽ തോന്നിയ ഒരു ചെറിയൊരു പോരായ്മ, അത് പോരായ്മയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാംസങ്ങിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരം വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് സാംസങ്ങിൻ്റെ ഒരു ബജറ്റ് ഫോണാണ്. ഏകദേശം ഇന്ത്യയുടെ 12,000 രൂപയോളം വില വരുന്ന 4 GB റാമും 64 GB മെമ്മറിയുള്ള സാംസങ്ങിൻ്റെ A12 എന്ന് പറയുന്ന ഫോണാണ് ഞാൻ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ്, സാംസങ്ങിൻ്റെ A12. അപ്പോൾ ഖത്തറിൽ ഒഫീഷ്യൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സാംസങ്ങിന് 2 ഒന്ന് RP ടെക്, ഒന്ന് ദോഹാർന. അപ്പോൾ ഈ 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഖത്തറിലുള്ളത്. അപ്പോൾ കഴിയുന്നതും ഈ 2 ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ പ്രൊഡക്റ്റ് മാത്രം വാങ്ങുക. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, കാറ്റലോഗ് മാത്രമേ ഉള്ളൂ. സിം ഇജക്ടർ, ചാർജർ, ഹെഡ്ഫോണ്, ടൈപ്പ് സി ഡാറ്റ കേബിൾ, ഇത്രയും കാര്യമാണ് ഫോണിൽ ബോക്സിൽ വരുന്ന കാര്യം. ഇതിൽ തന്നെ ചാർജർ വരുന്നത് എന്ന് പറയുന്നത് 10 വാട്ട്സിന്റെ ചാർജറാണ്, ടൈപ്പ് സി ചാർജർ. മോശമില്ലാത്തൊരു ഫാസ്റ്റ് ചാർജറായിട്ട് നമുക്കിതിനെ പരിഗണിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫോൺ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ഇതിന്റെ ഡിസൈൻ ആണ്. പണ്ട് നമ്മൾ സാംസങ് J7 കോർ അല്ലെങ്കിൽ ഗ്രാൻഡ് പ്രൈം പ്ലസിലൊക്കെ ഉള്ള പോലെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് പിറകിൽ. പിന്നെ കൂടാതെ സൈഡിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് വരുന്നത്. പിന്നെ വോളിയം അപ്പ് ആൻഡ് ഡൗൺ, ഇവിടെ സിം പോർട്ടാണ് വരുന്നത്. അപ്പം ഇത്രയാണ് ഡിസൈനിൽ ഏകദേശമുള്ള കാര്യങ്ങൾ. അപ്പം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫോൺ ഓൺ ആയിട്ടുണ്ട്. ഒരു അല്പം ഹെവിയാണ് കേട്ടോ. 5000 mAh ബാറ്ററി ഉള്ളത് കൊണ്ടാണ് തോന്നുന്നത്. 202 ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു ഹെവിയാണ്. അപ്പോൾ ഇതാണ് ഫോൺ വരുന്നത്. മൊത്തത്തിൽ കുഴപ്പമില്ല, ഡിസ്പ്ലേ അത്യാവശ്യം കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. അപ്പോൾ 4 കളറിലാണ് സാംസങ് A12 ഇറങ്ങുന്നത്: ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, റെഡ്. ഇനി നമുക്ക് സ്പെസിഫിക്കേഷനിൽ കിടക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. LCD ആണ് ഡിസ്പ്ലേ വരുന്നത്. ഇത് പ്രധാനമായിട്ട് 3 വേരിയന്റിലാണ് ഇറങ്ങുന്നത്. പക്ഷെ ഇവിടെ നിലവിൽ ഖത്തറിൽ ഇപ്പോൾ 4GB+64 മാത്രമേ ഉള്ളൂ. അതായത് 3GB+32, 4GB+64, 6GB+128. ഈ 3 വേരിയന്റ് ആണ് നിലവിൽ പല രാജ്യങ്ങളിലായിട്ട് ലഭിക്കുന്നത്. നമ്മുടെ ഖത്തറിൽ 4GB+64 ആണ് ഇപ്പം നിലവിലുള്ളൂ. ഭാവിയിൽ മറ്റു മോഡൽസും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി പ്രൊസസ്സർ സൈഡ് നോക്കുകയാണെങ്കിൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P35 എന്ന് പറയുന്ന 12nm പ്രൊസസ്സറാണ് വരുന്നത്. പൊതുവെ സാംസങ് എക്സിനോസ് അല്ലെങ്കിൽ സ്നാപ്ഡ്രാഗൺ ആണ് കൊടുക്കുക. ഇത് വളരെ മിഡ് റേഞ്ച് ആയതുകൊണ്ടാകാം ഇവർ മീഡിയ ടെക്കിൻ്റെ പ്രൊസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ക്ലോക്ക് സ്പീഡ് വരുന്നതെന്ന് പറയുന്നത് 2.35 ഒക്ടാ കോർ പ്രൊസസ്സറാണ് വരുന്നത്. ഇനി നമുക്ക് ക്യാമറയുടെ സൈഡ് നോക്കുകയാണെന്ന് വെച്ചാൽ പിറകിൽ 4 ക്യാമറയും ഫ്രണ്ടിൽ 1 ക്യാമറയാണ് വരുന്നത്. അതിൽ തന്നെ 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയായ വൈഡ് ക്യാമറ, 5 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത്, 2 മെഗാപിക്സലിൻ്റെ മാക്രോ, ഈ 4 ക്യാമറയാണ് പിറകിൽ വരുന്നത്. നമ്മുടെ ചില ഓപ്പോ ഫോണിലൊക്കെ കാണുന്ന പോലെ സ്ക്വയർ ഡിസൈനുള്ള ഡിസൈനാണ് ക്യാമറയ്ക്ക് ഇതിന് വരുന്നത്. അതേപോലെ സെൽഫി വരുന്നത് എന്ന് പറയുന്നത് 8 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് സെൽഫി വരുന്നത്. ഇതിലും ഫുൾ HD 30 ഫ്രെയിം/സെക്കൻഡ് മാത്രമേ സപ്പോർട്ടുള്ളൂ. 4K അല്ലെങ്കിൽ 60 ഫ്രെയിം/സെക്കൻഡ് വീഡിയോസ് ഈ മൊബൈലിൽ സപ്പോർട്ടല്ല. ഇനി ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഈ ഫോണിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അല്പം ഹെവി നമുക്ക് ഈ മൊബൈലിൽ ഫീൽ ചെയ്യും. ഏകദേശം 202 ഗ്രാമോളം വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അപ്പോൾ സിമ്പിളല്ല, അത്യാവശ്യം ഹെവി ആയിട്ടുള്ള മൊബൈൽ തന്നെയാണ് സാംസങ് ഗാലക്സി A12. ഇനി ഇവിടെ ഖത്തറിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4GB+64 600 റിയാലാണ്. അതായത് ഏകദേശം ഇന്ത്യയുടെ 12,000 രൂപയാണ് ഇതിന് വില വരുന്നത്. ഓവറോൾ നമുക്ക് ഈ ഫോൺ നോക്കുമ്പോൾ ആ പൈസക്ക് അത്യാവശ്യം നല്ല ഒരു ഫോൺ തന്നെയാണ്. ഇനി എനിക്കിതിൽ തോന്നിയ ഒരു ചെറിയൊരു പോരായ്മ, അത് പോരായ്മയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണലി ഒരു ഫീൽ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ സാംസങ്ങിൽ നിന്നും പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഒരു ഡിസ്പ്ലേ ക്വാളിറ്റി ഈ മൊബൈലിൽ വന്നിക്കോ എന്നുള്ളത് എനിക്കൊരല്പം കാര്യം സംശയമാണ്. അപ്പോൾ ആ ഒരു പോരായ്മ വെച്ചാൽ ബാക്കി എല്ലാ രീതിയിലും മികച്ച ഒരു ഫോൺ തന്നെ നമുക്ക് സാംസങ് A12
തിരഞ്ഞെടുക്കാം. അപ്പോൾ ഖത്തർ റിയാൽ 600 അല്ലെങ്കിൽ ഇന്ത്യയുടെ 12,000 രൂപയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ഫോണുകളിൽ ഒന്ന് തന്നെയാണ് സാംസങ് A12. എസ്പെഷ്യലി അതിൻ്റെ 4 GB റാം, 64 GB അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫോണിന് പെർഫോമൻസ് നൽകും. അപ്പോൾ നിങ്ങൾക്ക് അത്ര 600 റിയാലാണ് നിങ്ങളുടെ ബജറ്റെങ്കിൽ ഈ ഫോൺ കൂടി നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. കൂടാതെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഉപകാരമാകുമെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.